പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. PV അൻവറിന്റെ ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ അന്വേഷണം നടത്താൻ CPIM. വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരോപണങ്ങൾ ചർച്ചയാകും. അതേസമയം വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ് അൻവർ. ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട ശേഷമാണ് ഇന്നലത്തെ മൃദു നിലപാട് PV അൻവർ മാറ്റിയത്. ആരോപണങ്ങളിൽ ഭയമില്ല എന്നാണ് ശശിയുടെ പ്രതികരണം. PV അൻവർ MP ഗോവിന്ദൻ കൂടിക്കാഴ്ചയായിരുന്നു ഇന്നത്തെ പ്രധാന നീക്കം. 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ P ശശി പരാജയപ്പെട്ടു എന്നതായിരുന്നു പ്രധാന ആരോപണം. MP ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ച അൻവർ പോലീസിലെ സർക്കാരിനെതിരെയുള്ള ലോബിക്കെതിരെ പോരാട്ടം തുടരുമെന്ന നിലപാട് കടുപ്പിച്ചു. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ് മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? എനിക്ക് ഇതിന് പ്രൊസീജിയർ പാലിക്കേണ്ടതുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആ ഹെഡ് മാസ്റ്ററെ കസാലയിൽ ഇരുന്നിട്ട് പ്യൂണ് അന്വേഷിക്കും എന്ന അഭിപ്രായം എന്നുള്ള അതിന്റെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിന് ഈ പാർട്ടിക്കൊക്കെ ഇല്ലേ? ഉന്നതതല അന്വേഷണത്തിലെ അതൃപ്തിയും അൻവർ പ്രകടമാക്കി. എല്ലാം നല്ലതാ പ്രതീക്ഷിക്കുന്നത്, എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലതാ പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യും. പരാതികൾ അന്വേഷിക്കാൻ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട്. എന്തന്വേഷണം വേണമെന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനിക്കും. വിഷയത്തിൽ ഇടപെടേണ്ടെന്നാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. എന്തായാലും കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നെങ്കിലും പ്രതികരണം ആവശ്യമുണ്ടെന്നുള്ള ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൃത്യമായ പ്രതികരണങ്ങളും കൃത്യമായ നടപടികളും അത് അവിടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഞങ്ങൾ എല്ലാത്തിനും പ്രതികരിക്കേണ്ട കാര്യമില്ല. ഉയരുന്ന ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ദി വീക്കിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു. ആളുകൾക്ക് എന്താരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFI സെക്രട്ടറിയായ കാലം മുതൽ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും P ശശി പറഞ്ഞു. PV അൻവർ പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. സമ്മേളനകാലമായതിനാൽ അൻവർ ഉന്നയിച്ച പരാതി CPIMന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം. PV അൻവർ ആരോപണത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടക്കുന്നു. കാസർഗോഡും പാലക്കാടും മലപ്പുറത്തും SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്തുനിന്നും. സമീർ, SP ഓഫീസ് മാർച്ച് ഏതാണ്ട് പൂർണ്ണമായി സംഘർഷഭരിതമാവുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ച് സംഘർഷമായിരിക്കുകയാണ്. നിലവിൽ ഏതാനും ചില പ്രവർത്തകരെ SP ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡിന് സമീപത്തു നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മറ്റു ചില പ്രവർത്തകർ ഇപ്പോൾ നിലവിൽ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ്. പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാത, അതായത് SP ഓഫീസിന് സമീപത്തുള്ള പാലക്കാട് കോഴിക്കോട് സംസ്ഥാന പാത ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. പോലീസ് മാർച്ചിന് നേരെ അതിക്രമം കാണിച്ചു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നത്. നേരത്തെ ഈ SP ഓഫീസിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് ബാരിക്കേഡിന് സമീപം ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞിരുന്നു. അതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി അത് മറികടന്നുകൊണ്ട് SP ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് പോലീസ് ഈ പ്രവർത്തകരെ തടഞ്ഞത് എന്നുള്ളതാണ്. ഏതാനും ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഈ നീക്കുന്ന ഘട്ടത്തിൽ ഈ പ്രവർത്തകരെ പോലീസ് വാഹനം ബലം പ്രയോഗിച്ച് തടഞ്ഞുകൊണ്ട് പ്രവർത്തകരെ വാഹനത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ പോലീസ് തന്നെ പ്രവർത്തകരെ മറ്റൊരു ഭാഗത്തേക്ക് നീക്കി ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇവിടെ ശേഷിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തൊട്ട് അപ്പുറത്തേക്കുള്ള സംസ്ഥാന പാത ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധം പ്രവർത്തകർ തുടരുകയാണ്. പോലീസ് എല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ബസ് ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ പോലീസിലെ സ്വർണ്ണക്കള്ളത്തുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ സുജിത് ദാസ്, അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുക, ഒപ്പം തന്നെ ആഭ്യന്തരം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ചൊഴിക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് 1 മണിക്കൂർ മുന്നേ ഈ സമരവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഈ DCC അധ്യക്ഷൻ VS ജോയിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഈ PV അൻവർ ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഇത് എന്നുള്ളതാണ് നിലവിൽ PV അൻവർ ആരോപിച്ചത്. കൊള്ളക്കാർ തമ്മിലുള്ള ഒരു തർക്കമായാണ് VS ജോയ് ഈ സമരത്തെ ഈ അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രതികരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തി ഗതാഗതം പൂർണ്ണമായും ഇവിടെ തടഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കോഴിക്കോട് പാലക്കാട് പാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ എത്തി നിലവിൽ റോഡ് ഉപരോധം തുടരുകയാണ്.
തുടരുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ബാരിക്കേഡ് മറികടന്ന്, അതായത് എസ് പി ഓഫീസിന് സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയപ്പോഴാണ് സംഘർഷമുണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിന് പിന്നാലെയാണ് ലാത്തി ഉപയോഗിക്കേണ്ടി വന്നത്. അങ്ങനെ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിൽ ഈ കോഴിക്കോട് പാലക്കാട് പാത ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, സംസ്ഥാന വ്യാപക പ്രതിഷേധം യുവസംഘടനകളുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പി വി അൻവറിന്റെ ആരോപണങ്ങളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തുമൊക്കെ എസ് പി ഓഫീസിലേക്കാണ് മാർച്ച്. ഇപ്പോൾ അവിടെ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമാകുന്നത്. പക്ഷേ പോലീസ് ഒരു പരിധിയിൽ കൂടുതൽ ലാത്തി ചാർജിലേക്കോ അങ്ങനെ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് സമരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. പോലീസ് അത്തരത്തിൽ പ്രകോപിതരാകുന്നില്ല. പക്ഷേ ജലപീരങ്കി പ്രയോഗം പല ആവർത്തി ഉണ്ടായി. പ്രേക്ഷകർ കാണുന്നത് പോലീസുമായി ഏറ്റുമുട്ടി പ്രവർത്തകർ, അതിനുശേഷം പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കാണുകയാണ്. സമീർ ബിൻ സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിവരങ്ങളുമായി തുടരുന്നത്. സമീർ, സംഘർഷം അങ്ങനെ തുടരുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസ് നീക്കം വിജയിക്കുന്നില്ലേ സമീർ? ഹാഷ്മി, നിലവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാനും ചില പ്രവർത്തകരെ പോലീസ് സംഘടിതമായി എത്തി ഓരോരുത്തരെയായി പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അതിനിടയിൽ മറ്റുള്ള പ്രവർത്തകരെ കൂടി, സംഘടിച്ചെത്തിയ പ്രവർത്തകരെ കൂടി പോലീസ് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരാണെങ്കിൽ തിരികെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. സംഭവം സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് വീണ്ടും ബസ്സിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഏറെ നേരമായി പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നെയാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കുക, ഒപ്പം തന്നെ ഈ ആരോപണ വിധേയരായ പോലീസുകാരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിന് ഏതാനും മീറ്ററുകൾക്ക് മുന്നേ തന്നെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് തടഞ്ഞിരുന്നു. അതിന് പിന്നാലെ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ എസ് പി ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങിയ ഘട്ടത്തിലാണ് പോലീസ് ജലപീരങ്കി ഒപ്പം തന്നെ ലാത്തി അടക്കമുള്ള ഉപയോഗിക്കേണ്ടി വന്നത്. അതിന് പിന്നാലെ പ്രവർത്തകർ സംഘടിച്ചെത്തി തൊട്ട് സമീപത്തുള്ള കോഴിക്കോട് പാലക്കാട് പാത ഉപരോധിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ അതിവേഗം പോലീസ് ഈ പാതയിൽ നിന്നും നീക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് പി വി അൻവർ MLA ആരോപണത്തിന് പിന്നാലെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്തും സമാനമായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മുന്നോട്ട് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. പ്രവർത്തകരെല്ലാവരും തന്നെ പോലീസ് ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാനും ചില പ്രവർത്തകർ കൂടി മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. മറ്റെല്ലാവരെയും തന്നെയും പോലീസിന് ഈ വാഹനത്തിലേക്ക് കയറ്റാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ സംഘർഷാത്മക അവസ്ഥയ്ക്ക് നിലവിൽ ശമനമുണ്ട്. പക്ഷേ പ്രവർത്തകരെ ബലം കൊണ്ട് എല്ലാവരെയും നീക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഏതാനും ചില പ്രവർത്തകരെ പോലീസിന്റെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ മലപ്പുറം DCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ ശാന്തമാക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായിരുന്നു. PV അൻവർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം കൂടിയായിരുന്നു ഈ DCC അധ്യക്ഷൻ മുന്നോട്ട് വെച്ചത്. ഇന്ന് KSU സമാനമായ രീതിയിൽ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. മലപ്പുറത്താണ് ഇപ്പോൾ SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അത് സംഘർഷം ഉണ്ടായിരിക്കുന്നു, ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ PV അൻവർ ആരോപണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ PV അൻവറിന്റെ ആരോപണങ്ങളിൽ ഇടതുമുന്നണിക്കുള്ളിൽ മുറുമുറുപ്പുണ്ട്. മന്ത്രിസഭാ മുന്നണി യോഗങ്ങളിൽ അതൃപ്തി അറിയിക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യമിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷത്തും പുരോഗമിക്കുകയാണ്. PV അൻവർ MLA കൊളുത്തിയ തീ മുന്നണിയിലേക്കും ആളിപ്പടരുകയാണ്. സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് കടുത്ത അതൃപ്തിയുണ്ട്. അടിയന്തര പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് കേരള കോൺഗ്രസും വിഷയം ചർച്ച ചെയ്തു.
മന്ത്രിസഭയിലും മുന്നണിയിലും അതൃപ്തി അറിയിക്കാനാണ് തീരുമാനം. പരസ്യപ്രതികരണം നടത്തി തൽക്കാലം മുന്നണിയെ പ്രതിരോധത്തിൽ ആക്കേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അന്വേഷണം, പ്രത്യേകിച്ച് ഒരു MLA പറയുമ്പോൾ അന്വേഷണം വേണമല്ലോ. അന്വേഷണം നടത്തുന്നുണ്ട്, അന്വേഷണം വരട്ടെ. അത് പക്ഷേ സമയബന്ധിതമായി അന്വേഷണം നടത്തി പൂർത്തീകരിക്കട്ടെ. അൻവർ മയപ്പെട്ടാലും പ്രതിഷേധം ശക്തമാക്കുമെന്ന പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി അവസരം ഉപയോഗപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. RSS ബന്ധം ആരോപിച്ച VD സതീശൻ ഇന്ന് രംഗത്തു വന്നതും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട്. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. തെരുവിലേക്കും പ്രതിഷേധം പടർത്താനാണ് UDFന്റെ ആലോചന. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. 24 തിരുവനന്തപുരം. അൻവറിന്റെ ആരോപണത്തിന് ചൂടുപിടിച്ച് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൃശൂരിലെത്തിയ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബല്ലയെ കാണാൻ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി പറഞ്ഞുവിട്ടു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതിനുശേഷമാണ് തൃശൂർ പൂരം കലക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇക്കാര്യത്തിൽ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും ADGPയും നിഷേധിച്ചാൽ പറയാം എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. BJP ബന്ധത്തിന്റെ പേരിൽ EP ജയരാജനെതിരെ നടപടിയെടുത്ത CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ വർഷം തൃശൂരിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും VD സതീശൻ. ആ RSS ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ADGP ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അജിത് കുമാറിനെ പറഞ്ഞയച്ചിരുന്നു. അതാണ് ചോദ്യം. ദത്താത്രേയ ഹൊസബല്ല അജിത് കുമാർ കൂടിക്കാഴ്ചയുടെ പരിണിതഫലമാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവസാനിപ്പിച്ചതും പൂരം കലക്കിയതും തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നതും. ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മുഖ്യമന്ത്രി തൊടാത്തതിന്റെ കാരണം മറ്റൊന്നല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഞാൻ പറയും ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല, പിറ്റേ ആഴ്ച വരാൻ പറയും, പറഞ്ഞു വിടും. ഡെമോക്ലീസിന്റെ വാള് പോലെ അറസ്റ്റ് ഭീഷണി നിർത്തി. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇവർക്കൊന്നും പ്രവർത്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചു. ഇപ്പോൾ ED എവിടെ? തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ പറഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞാണ്, തൃശ്ശൂർ പൂരം കലക്കി ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കിയിട്ടാണ് BJP ജയിപ്പിക്കുന്നത്. തൃശൂരിലെ ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിലാണ് അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്. ദേശീയ നേതാക്കളുമായി ബന്ധമുള്ള തിരുവനന്തപുരത്തെ ഒരു RSSകാരനാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിക്കൊടുത്തത്. ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയും അജിത് കുമാറും കൂടിക്കാഴ്ച നിഷേധിച്ചാൽ അപ്പോൾ പറയാമെന്നായിരുന്നു സതീശന്റെ മറുപടി. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പോലീസ് പിടികൂടിയ സ്വർണം രൂപമാറ്റം വരുത്തി കടത്തിയെന്ന PV അൻവർ MLAയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കൊണ്ടോട്ടിയിലെ അപ്രൈസർ ഉണ്ണി. അശ്വതി ജ്വല്ലറി വർക്സിൽ നിന്ന് സാധനങ്ങൾ കടത്തിയിട്ടില്ലെന്നും പോലീസും കസ്റ്റംസും തൂക്കം ഉറപ്പുവരുത്തിയാണ് സ്വർണം കൊണ്ടുപോകുന്നതെന്നും ഉണ്ണി പറയുന്നു. സമീർ C മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലുള്ള അശ്വതി ജ്വല്ലറി വർക്സിലാണ്. ഇവിടെയാണ് ഔദ്യോഗികമായിട്ട് ഒരുക്കുന്നത്. അത് സർക്കാരിൻ്റെ അനുമതിയോടെ തന്നെ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം ഒരുക്കാൻ അനുമതിയുള്ള ഏക സ്ഥാപനം കൂടിയാണ് അശ്വതി ജ്വല്ലറി വർക്സ്. അവിടെയാണ് ഉള്ളത്. നമുക്കിവിടെ കാണാം, ഇവിടെ സ്വർണം അത് പല രൂപത്തിലാണ് ഇവിടേക്ക് എത്തുന്നത്. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉള്ളിൽ കടത്തുന്നതായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് ലിക്വിഡ് ഫോമിലായിരിക്കാം, മറ്റ് വസ്ത്രങ്ങൾക്ക് അകത്ത് കടത്തുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സ്വർണം ഇവിടെ വെച്ചുകൊണ്ടാണ് തൂക്കുന്നത്. അത് തൂക്കിയ ശേഷം ഈ പാത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ പാത്രമുണ്ട്. ഈ പാത്രത്തിലാണ് മൂശ എന്ന് വിളിക്കുന്നതാണ് ഈ പാത്രം. ഈ പാത്രത്തിലിട്ടുകൊണ്ടാണ് പിന്നീട് അത് ചൂടാക്കുന്നത്. ഈ ചൂടാക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗം തന്നെ ഇവിടെയുണ്ട്. ഇതിനകത്തേക്ക് അത് ഇറക്കി വെക്കുകയും ഉയർന്ന അളവിൽ തീ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉയർന്ന അളവിലുള്ള ആ തീയിൽ അത് പൂർണ്ണമായും അതിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ സ്വർണവും വേർതിരിക്കപ്പെടും. അത്തരത്തിലാണ് ഇവിടെ അത് ഉരുക്കുന്നത്. ആ ഉരുക്കിയ ശേഷം ഈ നല്ല ചൂടുള്ള ഈ വസ്തു പിന്നീട് ഈ പാത്രം തന്നെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കുകയും അത് തണുപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് വീണ്ടും തൂക്കും. എത്രമാത്രം അതിൽ സ്വർണ്ണമുണ്ട് എന്നും എത്രമാത്രം അതിൽ മറ്റ് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, മറ്റ് ലോഹങ്ങളുടെ കൂട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് റബ്ബറിൻ്റെയും അതുപോലെ ഗം ഉൾപ്പെടെയുള്ളവയും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേർതിരിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് തൂക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള തൂക്കം കഴിയുമ്പോൾ പിന്നീട് ഒരു വിധത്തിലും അതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും തങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ടുള്ള കണക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അവരത് ഫോട്ടോ എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു വിധത്തിലും തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ നമ്മോട് പറയുന്നത്. ഔദ്യോഗികമായി ഇക്കാര്യം പറയാൻ ഈ അശ്വതി ജ്വല്ലറി വർക്സിൻ്റെ ഉടമയായിട്ടുള്ള ഉണ്ണി നമ്മോട് തയ്യാറാവുന്നില്ല. ഈ ഉദ്യോഗസ്ഥർ ഏൽപ്പിക്കുന്ന പണി ചെയ്യുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള നടപടിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അതിന് തന്നെ ലഭ്യമാകുന്ന പണം അത് ബാങ്ക് മുഖേനയാണ് കൈപ്പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലും
തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം ആരംഭിച്ചു. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം പോലീസ് ആസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. SP സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സുജിത് ദാസിന് നൽകിയ മെഡലുകൾ തിരികെ വാങ്ങണമെന്നാവശ്യപ്പെട്ട് MSF സംസ്ഥാന അധ്യക്ഷൻ DGPക്ക് പരാതി നൽകി. പോലീസിന് ലഭിച്ചിട്ടുള്ള PV അൻവർ MLAയുടെ പരാതിയും ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തുമാണ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല അന്വേഷണ സംഘം പരിശോധിക്കുക. അന്വേഷണ രീതികളും ഇന്ന് തീരുമാനിക്കും. PV അൻവർ MLAയുടെ മൊഴിയെടുത്ത ആരോപണത്തിൽ വ്യക്തത വരുത്തി തുടങ്ങാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അന്വേഷണ സംഘത്തിലുള്ള IG സ്പർജൻ കുമാർ, SP-മാരായ A ഷാനവാസ്, S മധുസൂദനൻ എന്നിവർ നേരിട്ടും DIG തോംസൺ ജോസ് ഓൺലൈനായും യോഗത്തിൽ പങ്കെടുക്കും. SP സുജിത് ദാസിനെതിരായ കസ്റ്റംസ് കേസ് അന്വേഷിക്കുന്നത് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ പത്മാവതിയാണ്. കള്ളക്കടത്ത് സ്വർണം വിട്ടുകൊടുത്ത കേസുകളിൽ വീണ്ടും അന്വേഷണം നടത്തും. സുജിത് ദാസ് കസ്റ്റംസിലുണ്ടായിരുന്ന കാലയളവിലെ കേസുകളിലും പരിശോധനയുണ്ടാകും. വിമാനത്താവള പരിസരങ്ങളിൽ പോലീസ് പിടിച്ച കേസുകളിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്താനും കൊച്ചിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. സുജിത് ദാസ് SP ആയിരിക്കെയാണ് മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരങ്ങൾ മുറിച്ചതെന്ന് അയൽവാസിയായ PP ഫരീദ പ്രതികരിച്ചു. അപ്പം മുറിച്ചത് സുജിത് സാറുള്ള സമയത്താണ്. എനിക്കിപ്പോൾ അതേ മാത്രമേ നമുക്ക് ദൃശ്സാക്ഷിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനു മുമ്പ് ഒരിക്കലും അബ്ദുൽ കരീം സാറുള്ള മരങ്ങൾ മുറിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. മലപ്പുറം SP ആയിരിക്കെ 2023 സുജിത് ദാസിന് നൽകിയ ബാഡ്ജ് ഓഫ് ഓണർ മെഡൽ തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടാണ് MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് DGPക്ക് പരാതി നൽകിയത്. 24 തിരുവനന്തപുരം. പരാതിക്കാരിയെ അറിയില്ലെന്ന നിവിൻ പോളിയുടെ വിശദീകരണം പൂർണ്ണമായി മുഖവിലക്കെടുക്കാത്ത പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഉടൻ അറസ്റ്റ് വേണ്ടെന്നാണ് തീരുമാനം. നിവിൻ പോളിക്കെതിരെ മുമ്പ് നൽകിയ പരാതിയിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും അന്വേഷിക്കും. സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കി ലൈംഗിക പീഡന പരാതികൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടൻ നിവിൻ പോളിക്കെതിരെയും യുവതി ആരോപണമുന്നയിച്ചത്. വിദേശത്ത് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഊന്നുകൽ പോലീസ് നിവിൻ പോളിയെ 6ാം പ്രതിയാക്കി കേസെടുത്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. സിനിമാ നിർമ്മാതാവായ സുനിൽ, ശ്രേയ, കുട്ടൻ, ബഷീർ, ബിനു എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. മയക്കുമരുന്ന് നൽകിയ ശേഷം ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യുവതിയുടെ മൊഴി. യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും നിവിൻ പോളിയെ ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിക്കാരി നേരത്തെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടെന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ഊന്നുകൽ CIയുടെ മൊഴിയും പ്രത്യേക സംഘം രേഖപ്പെടുത്തും. യുവതിയുടെ പരാതി വ്യാജമാണെന്ന നിലപാടിൽ നിവിൻ പോളി ഉറച്ചു നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം തേടി ഉടൻ തന്നെ കോടതിയെ സമീപിക്കുമെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും നിവിൻ പോളി വ്യക്തമാക്കി. അതേസമയം നിവിൻ പോളി പറയുന്നത് കളവാണെന്ന് പരാതിക്കാരി ആരോപിച്ചു. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കൊച്ചി. സംവിധായകൻ ആഷിക ബൂനും റിമ കല്ലിംഗിലും എതിരായ ലഹരി പാർട്ടി പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. എറണാകുളം ACP രാജ്കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആഷിക ബൂ 24നോട് പറഞ്ഞു. ഗായിക സുചിത്രയാണ് ആഷിഖ് കപൂറിനും റിമ കല്ലിംഗലിനുമെതിരെ ആരോപണമുന്നയിച്ചത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഇതിന് പിന്നാലെയാണ് ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട യുവമോർച്ച എറണാകുളം ജില്ലാ കമ്മിറ്റി കൊച്ചി DCPക്ക് പരാതി നൽകിയത്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഗായികയുടെ ആരോപണം ആഷിഖ് കപൂർ നിഷേധിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പും ഒരുപാട് ഈ രൂപത്തിലുള്ള ഒരു യാതൊരു അടിസ്ഥാനമോ ലോജിക്കോ ഇല്ലാത്ത ആരോപണങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് ആളുകളുടെ കാര്യത്തിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇതൊക്കെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം മാത്രമേ ഞാൻ അറിഞ്ഞാണ്. നേരത്തെ റിമ കല്ലിംഗൽ സുചിത്രയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. നടന്മാർക്കെതിരായ ലൈംഗിക പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയാനിരിക്കെയാണ് യോഗം. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ യോഗത്തിൽ ചർച്ചയായി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
സിനിമയിൽ ജോലി ചെയ്യാനുള്ള രജിസ്ട്രേഷൻ സർക്കാർ നിയന്ത്രണത്തിലാവണമെന്ന് മാക്ട ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കര. സിനിമയിലെ ഏതൊക്കെ മേഖലയിൽ ആരൊക്കെ ജോലി ചെയ്യുന്നുവെന്ന ഒരു രേഖയും സർക്കാരിന്റെ കയ്യിലില്ല. മാക്ട കോൺഫെഡറേഷനെ തച്ചുടച്ചത് 15-അംഗ പവർ കമ്മിറ്റി എന്നും ബൈജു കൊട്ടാരക്കര ആരോപിച്ചു. 19 യൂണിയനുകളാണ് മാക്ട ഫെഡറേഷനിൽ കോൺഫെഡറേഷനായി ഉള്ളത്. ആ കോൺഫെഡറേഷനെ തച്ചുടച്ചത് തന്നെ ഇവിടുത്തെ ഈ 15-അംഗ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹേമ കമ്മിറ്റിയിൽ പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾ തന്നെയാണ്. മലയാള സിനിമയിൽ എത്ര സിനിമകൾ റിലീസാകുന്നു, എത്ര സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നു, ആരൊക്കെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരൊറ്റ വിവരങ്ങൾ പോലും സർക്കാരിൻ്റെ പക്കലില്ല. സിനിമയെടുക്കാൻ വരുന്നവർ ഒരു രജിസ്ട്രേഷന് വേണ്ടി സമീപിക്കേണ്ടത് ഈ ഗവൺമെൻറ് ഏജൻസി ആയിരിക്കണം. അല്ലാതെ ഫിലിം ചേംബറോ പ്രൊഡ്യൂസർ അസോസിയേഷനെ പോലെ സ്ഥലത്ത് പോയി അവർ സമീപിച്ചാൽ സത്യത്തിൽ അവർക്ക് കിട്ടുന്നത് തിക്താനുഭവങ്ങൾ തന്നെയാണ്. കൊച്ചി കമ്മീഷൻ ഓഫീസിൽ കാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. മലപ്പുറത്തെ സമാന ആവശ്യമാണ്. PVN ആരോപണങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മാർച്ച്. പോലീസ് ജലപീരങ്കി എവിടെയും പ്രയോഗിച്ചു. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ബാരിക്കേഡുകൾ വലിച്ചു നീക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടെങ്കിലും ഒരു ലാത്തിചാർജിലേക്ക് മലപ്പുറത്തും ഇവിടെയും ഒന്നും കടക്കുന്നില്ല. ജലപീരങ്കി പ്രയോഗം പലയാവർത്തി ഉണ്ടായി. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ പിന്നെയും തടിച്ചുകൂടി വന്ന് ഈ പറയുന്ന ബാരിക്കേഡ് അത് വലിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. PVN ആരോപണങ്ങൾ തെരുവിലേക്കും പരസ്യ പ്രതിഷേധമായി എത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണിപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടൽ, ലാത്തിചാർജ്, സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴും അവിടെ പ്രവർത്തകർ അവിടെ തന്നെ തടിച്ചുകൂടി നിൽക്കുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, ജലപീരങ്കി പ്രയോഗം പലയാവർത്തിയായില്ലേ? കാശ്മീർ 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ പ്രവർത്തകർ ഒരു തരിമ്പും പിരിഞ്ഞു പോകാനായിട്ട് തയ്യാറായിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന്റെ ഒരു വശത്തുകൂടി പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും അവർ ഇവിടെ എത്തുകയും ബാരിക്കേഡ് ഉയർത്തി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. 2 തവണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചു. ഇപ്പോൾ ബാരിക്കേഡ് അഴിച്ചു വിട്ടുകൊണ്ട് അത് ഉയർത്തി മാറ്റാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. പോലീസിന് കർശന നിർദ്ദേശമുണ്ട്. ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സംയമനം പാലിച്ച് മറുവശത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ആ ബാരിക്കേഡുകൾ, പോലീസ് കെട്ടിവെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ഉയർത്തി മാറ്റാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനാണ് 2 തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ആ ബാരിക്കേഡുകൾ ഉയർത്തി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കമ്മീഷൻ ഓഫീസിനും തൊട്ടു മുന്നിലാണ് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ അവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡുകൾ ഉയർത്തി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഹാഷ്മി, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാനാണ് ശ്രമം. കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. PVN ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ ADGP MR അജിത്കുമാറിനെ കുറിച്ചടക്കം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മലപ്പുറത്തും എറണാകുളത്തുമൊക്കെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മുന്നോട്ടേക്ക് വെക്കുകയാണ്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഇതിപ്പോൾ 3-ാം തവണയാണ് ഇവിടുത്തെ ജലപീരങ്കി പ്രയോഗം. കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പൂരം കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്നത് BJPയുടെ ഫോർമുലയാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ആ ഫോർമുല തന്റെ തലയിൽ കെട്ടിവെക്കണ്ട. പൂരം കലക്കികളുടെ കൂട്ടത്തിൽ ഇടതു നേതാക്കൾ ആരും ഉണ്ടാകില്ലെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം തകർത്താൽ ഇടതുപക്ഷം ജയിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പൂരം തകർത്താൽ ജയിക്കും എന്ന ധാരണ ആർക്കുണ്ടായിരുന്നത്? അപ്പോൾ പൂരത്തെ കലക്കിയാൽ രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയുമെന്ന ഫോർമുല BJPയുടെ ഫോർമുലയാണ്. ആ ഫോർമുല ഏറ്റവും നന്നായി ചേരുന്നത് ഗോപാലകൃഷ്ണൻ്റെ പാർട്ടിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഫോർമുല എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. ഞാനിപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടത് ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയണം, പുറത്തു വരണമെന്ന് പറയാൻ കാരണം പൂരം കലക്കിയതിൻ്റെ പിന്നിൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിച്ച ആളുകൾക്കടക്കം ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ടാണ്. തൃശൂർ മരത്താക്കരയിൽ ഫർണിച്ചർ ഷോറൂമിൽ വമ്പൻ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചർ ഉപകരണങ്ങൾ കത്തിനശിച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്.
ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു ദേശീയപാതയിൽ മരത്താക്കരയിൽ ഡീറ്റെയിൽ എന്ന ഫർണിച്ചർ സ്ഥാപനത്തിന് തീപിടിച്ചത്. കെട്ടിടത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ട സമീപത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് വിവരം ഫയർഫോഴ്സിനും പോലീസിനും കൈമാറിയത്. 2:30യോടെ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും ഷോറൂമിനകത്തേക്ക് കയറാനാകാത്ത വിധം തീ ആളിപ്പടർന്നിരുന്നു. 3 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ വെള്ളം പമ്പ് ചെയ്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആളപായമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഒട്ടനവധി നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. നമ്മളത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഫയർ സർവീസ് എത്തിയില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു. ബിൽഡിംഗ് പൊളിയേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, നമ്മളത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഷോറൂമിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. തീപിടുത്തത്തിന്റെ കാരണവും നാശനഷ്ടവും വിലയിരുത്താൻ അഗ്നിരക്ഷാസേന അന്വേഷണം തുടങ്ങി. 24 തൃശൂർ. പ്രളയക്കെടുതിയിൽ വലയുന്ന ആന്ധ്രാപ്രദേശിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 163 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 43,000-ലധികം പേരാണ് കഴിയുന്നത്. തെലങ്കാനയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഗുജറാത്തിൽ തീവ്ര മഴ തുടരുകയുമാണ്. ജീവിതം തിരികെ പിടിക്കുകയാണ് പ്രളയത്തിൽ മുങ്ങിയ ആന്ധ്രാപ്രദേശിലെ ജനത. മഴയുടെ ശക്തി കുറഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ 262 സംഘങ്ങളെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ആന്ധ്രയിലാകെ 197 മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചു. ദുരിതബാധിത മേഖലകൾ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു സന്ദർശിച്ചു. വിജയവാഡയിൽ കൈക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തെലങ്കാനയിൽ 4 ജില്ലകളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഗുജറാത്തിൽ ഇന്നും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ ഗുജറാത്തിലും സൗരാഷ്ട്ര കച്ച് മേഖലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പ്രളയ സമാന സാഹചര്യമുണ്ടായ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവെയാണ് വീണ്ടും മഴ കനത്തത്. NDRF സംഘങ്ങൾ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അറബിക്കടലിൽ വടക്ക് കിഴക്ക് രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് മഴ കനക്കാൻ കാരണം. 24 മുംബൈ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സീറ്റ് ധാരണയിലേക്ക്. ആം ആദ്മി പാർട്ടി 10 സീറ്റ് ആവശ്യപ്പെട്ടു. 7 സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് അറിയിച്ചുവെന്നാണ് സൂചന. കോൺഗ്രസിന്റെ പ്രചരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ജമ്മു കശ്മീരിൽ എത്തി. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക മുഖ്യ ലക്ഷ്യമാക്കുകയാണ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ. 20 സീറ്റെന്ന അവകാശവാദത്തിൽ നിന്ന് 10 സീറ്റുകൾ എന്ന് ആം ആദ്മി നിലപാട് മയപ്പെടുത്തി. 7 സീറ്റ് വരെ നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതായാണ് വിവരം. വിട്ടുവീഴ്ചകളിലൂടെ ഇരു പാർട്ടികളും ഉടൻ സീറ്റ് ധാരണ പ്രഖ്യാപിച്ചേക്കും. 90 സീറ്റുകളുള്ള ഹരിയാനയിൽ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസ് ഇതിനകം തുടങ്ങിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പരിഗണിക്കുന്ന വിനേഷ് ഫോഗട്ട് ഇതിനിടെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ബജ്രംഗ് പുനിയയ്ക്കൊപ്പം ചേർന്നായിരുന്നു സന്ദർശനം. വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങളെ ശക്തമാക്കുന്നതാണ് കൂടിക്കാഴ്ച. ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കിയ കോൺഗ്രസിന് വേണ്ടി അനന്ത്നാഗിലെയും റംബാനിലെയും പൊതുറാലികളിൽ രാഹുൽ ഗാന്ധി ഇന്ന് പങ്കെടുക്കും. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ പ്രചരണത്തിനായെത്തും. 40 പേരുടെ താരപ്രചാരക പട്ടികയാണ് ജമ്മുകശ്മീരിൽ കോൺഗ്രസിന്റേത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച് കൊന്ന സംഭവം സുപ്രീംകോടതി നാളെ വീണ്ടും പരിഗണിക്കും. സ്വമേധയാ എടുത്ത കേസ് ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. വിഷയത്തിൽ CBI ഇന്ന് പുതിയ സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. CBI സമർപ്പിക്കുന്ന പുതിയ സ്ഥിതിവിവര റിപ്പോർട്ടും പശ്ചിമബംഗാൾ പോലീസ് സമർപ്പിക്കുന്ന സ്ഥിതിവിവര റിപ്പോർട്ടും കോടതി നാളെ വിലയിരുത്തും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത്. സുരക്ഷാ ഡ്യൂട്ടിക്ക് എത്തിയ CISFന് ആവശ്യമായ സൗകര്യം നൽകുന്നില്ല എന്നാരോപിച്ച് പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ കേന്ദ്രം രംഗത്തെത്തി. ബംഗാൾ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതിയിൽ അപേക്ഷയും നൽകി. കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കുറച്ചുകൂടി സംഘർഷഭരിതമാണ് അവിടെ കാര്യങ്ങൾ. പോലീസ് പലയാവർത്തി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അവിടെ പ്രവർത്തകർ പിന്നെയും തടിച്ചുകൂടുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് പലയാവർത്തി ജലപീരങ്കി പ്രയോഗിച്ചു. ശ്യാംകുമാർ വിവരങ്ങൾ വെച്ചിരുന്നു. ശ്യാം, അറസ്റ്റിന് വഴങ്ങാൻ പ്രവർത്തകർ കൂട്ടാക്കാത്തതാണോ? എന്താണ് സംഘർഷം ഒതുങ്ങാത്തതിന്റെ കാരണം? ശ്യാം, അല്പസമയം മുമ്പാണ് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത്. പ്രവർത്തകർ പ്രതിരോധിക്കുമ്പോൾ പോലീസ് അവരെ വലിച്ചിഴച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറ്റുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് പ്രവർത്തകർ പ്രതിരോധിച്ചതോടെയാണ് പലപ്പോഴും ഇവരെ റോഡിൽ വീഴുകയും അവരെ അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനം റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്.
പോലീസുമായി അവർ പ്രതിരോധിക്കുകയാണ്. വനിതാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിലെതിരെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം റോഡിൽ ഉപരോധിച്ച പ്രവർത്തകരെയാണ് പോലീസ് വലിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുന്നത്. അവരെ അറസ്റ്റ് നീക്കാൻ പ്രതിരോധിക്കുമ്പോഴാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നേരത്തെ ചെറിയ വാക്കുതർക്കത്തിന് ഇടയാക്കിയത്. ഇപ്പോൾ ഏറ്റവും അവസാനം എല്ലാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പോലീസ് പ്രവർത്തകരുമായി ഒരു വാക്കുതർക്കം ഉണ്ടായതാണ്. ഇപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത്. പ്രവർത്തകരെ തള്ളി ബസ്സിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ വാക്കുതർക്കത്തിലേക്ക് പോകുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമാകുന്നു. പ്രവർത്തകരെ വലിച്ച് പോലീസ് ബസ്സിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഇതോടെ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളുമാണ് ഇപ്പോൾ അറസ്റ്റ് വരിക്കുന്ന പ്രവർത്തകർ നയിക്കുന്നത്. ഏതായാലും പോലീസ് ബസ്സിലേക്ക് കയറാൻ പോലീസ് ബലപ്രയോഗം നടത്തിയതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എതിർപ്പിന് ഇടയാക്കിയത്. അത് ഇപ്പോൾ ഒരു ബലപ്രയോഗത്തിലേക്കും ഉന്തും തള്ളിലേക്കും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഏറ്റവും അവസാനം അറസ്റ്റ് നീക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഉന്തി തള്ളി ബസ്സിലേക്ക് കയറ്റാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത്. ഏതായാലും ബസ്സിലേക്ക് പ്രവർത്തകരെ പൂർണ്ണമായും കയറ്റാൻ സാധിച്ചിട്ടില്ല. ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനോട് പ്രതിഷേധിക്കുന്നത്. ഏതായാലും ബസ്സിലേക്ക് പ്രവർത്തകരെ കയറ്റാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാഷ്മി. ഏതായാലും പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ്. അവരെ വലിച്ചിഴച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിനെതിരായിട്ടാണ് ആ പ്രതിഷേധം ഉണ്ടായത്. ഓക്കെ, സംസ്ഥാന വ്യാപകമായ പല സ്ഥലങ്ങളിലും കമ്മീഷൻ ഓഫീസിലേക്കും SP ഓഫീസിലേക്കും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്ന സമയമാണ്. PV അൻവറുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റിയ SP S സുജിത്ദാസ് DGPയെ കണ്ടു. രാവിലെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് DGPയെ കണ്ടത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, സ്ഥലം മാറ്റപ്പെട്ട സുജിത്ദാസിന് പകരം ചുമതല നൽകിയിരുന്നില്ല, പകരം DGPയെ കാണാൻ ഉള്ള നിർദ്ദേശമാണ് നൽകിയത്. അപ്പോൾ അതൊരു സ്വാഭാവിക നടപടിക്രമം തന്നെയാണെങ്കിലും എന്താണ് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്നറിയാൻ കഴിയുന്നുണ്ടോ ഷഫീദ്? കാശ്മീർ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായ PV അൻവറിന്റെ ആദ്യ ആരോപണം അത് അന്ന് പത്തനംതിട്ട SP ആയിരുന്ന സുജിത്ദാസിനെതിരെയായിരുന്നു. അദ്ദേഹം മലപ്പുറം SP ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ചില ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് PV അൻവർ ആദ്യം ആരോപണമായി ഉയർത്തിയത്. അതിനുശേഷം ഇത്രയും വിവാദമുണ്ടായത് ഒടുവിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR കുമാർ, അതുവഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി വരെ എത്തി നിന്നു. അതിനുശേഷമാണ് സുജിത്ദാസിനെതിരെ ഒരു നടപടി എന്ന രീതിയിൽ, ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിൽ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം ചുമതല നൽകാതിരിക്കുകയും ചെയ്തത്. ആ ഉത്തരവിറങ്ങുന്ന സമയത്ത് സുജിത്ദാസ് അവധിയിലായിരുന്നു. ആ ഉത്തരവിൽ തന്നെ പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുൻപിൽ ഹാജരാകണം എന്നുള്ളതാണ്. ഇന്ന് രാവിലെ സുജിത്ദാസ് പോലീസ് ആസ്ഥാനത്തെത്തി സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നടപടി, അത് സാധാരണ പോലീസിലെ നടപടിയാണ്. ഒരു IPS ഉദ്യോഗസ്ഥരെതിരെ അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അത് നേരിട്ട് വിളിച്ച് ഹിയർ ചെയ്യുക എന്നുള്ളതൊരു നടപടിയാണ്. നടപടിയുടെ ഭാഗമായി അയാളെ വിളിച്ച് DGP കേട്ടിട്ടുണ്ട്, കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടി സുജിത്ദാസിനുണ്ടാകുമോ, സുജിത്ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നിർണായകം. അതിനടക്കം ആഭ്യന്തര വകുപ്പാണ് തീരുമാനമെടുത്ത് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് അറിയിക്കേണ്ടത്. അക്കാര്യങ്ങളിൽ ചില കൂടിയാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം കൂടി പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹാഷ്മി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. DGP കണ്ട സുജിത്ദാസ് എന്തുകൊണ്ട് സുജിത്ദാസിനെ അടക്കം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തു വന്ന ശബ്ദരേഖ കേട്ടാൽ മാത്രം ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വകുപ്പ് അതിലുണ്ട്. എന്നിട്ടും സുജിത്ദാസിനെ എന്തിന് സംരക്ഷിക്കുമെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർന്ന പശ്ചാത്തലത്തിൽ എന്താകും തുടർ നീക്കം എന്നത് കാത്തിരുന്ന് കാണാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരുവിലേക്ക് മാറ്റി. സർവീസ് നിർത്തി ബസ് കട്ടപ്പുറത്തായത് വിവാദമായിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി കോഴിക്കോട്ടെ റീജിയണൽ വർക്ക്ഷോപ്പിലായിരുന്നു ബസ്. നവകേരള ബസ് ഗതാഗത വകുപ്പിന് തലവേദനയാവുകയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കേരള പര്യടനത്തിന് ശേഷം പല പരീക്ഷണവും നടത്തി. ഒടുവിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം ബസ്സായി ഓടിച്ചു നോക്കി. നഷ്ടം മാത്രമായിരുന്നു ബലം. ഇതോടെയാണ് സർവീസ് നിർത്തി ബസ് കട്ടപ്പുറത്തായത്. കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന വാഹനമാണ് കഴിഞ്ഞ ദിവസം ബംഗളൂരിലേക്ക് മാറ്റിയത്. പ്രകാശ് കോച്ച് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് നിലവിൽ ബസ്സുള്ളത്. ശൗചാലയം പൊളിച്ചുമാറ്റി സീറ്റ് എണ്ണം കൂട്ടാനാണ് നീക്കമെന്നാണ് വിവരം. അതേസമയം ബസിന്റെ സർവീസ് തുടരുന്നതിൽ ഗതാഗത വകുപ്പിനും വേണ്ടത്ര താല്പര്യമില്ല. നിലവിലെ സമയം പുനഃക്രമീകരിച്ചാൽ ബസ് ലാഭത്തിലാകുമെന്നാണ് ജീവനക്കാരും യാത്രക്കാരും പറയുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി വാളയാർ പെൺകുട്ടികളുടെ അമ്മ. സർക്കാരിൽ നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്നും കുടുംബം ആവശ്യപ്പെടുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചാൽ കേസ് തെളിയുമെന്ന ആശങ്കയാണ് സർക്കാരിനെന്നുമാണ് വിമർശനം. സർക്കാർ നിലപാടിനെതിരെ സമരസമിതി ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് സ്ത്രീ സുരക്ഷാ യാത്ര നടത്തും. കേരളത്തിന് പുറത്തുനിന്നുള്ള CBI സംഘം കേസ് അന്വേഷിക്കണമെന്നും അട്ടപ്പാടിയിലെ മധു കൊലക്കേസിലടക്കം APP ആയിരുന്ന രാജേഷ് മേനോനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണമെന്നും നേരത്തെ കുടുംബം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ രണ്ട് ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. മാത്രമല്ല, മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ സോജന് IPS നൽകാനുള്ള തീരുമാനത്തിലും കുടുംബത്തിന് കടുത്ത അമർഷമുണ്ട്. കേരളത്തിൻ്റെ അകത്തുള്ള CBI എന്നല്ല ഏത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും
ഈ കേസ് ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കില്ല. സോജൻ്റെ സമ്മർദ്ദം ഉണ്ടാവും, മാത്രമല്ല സർക്കാരിൻ്റെ സമ്മർദ്ദം ഉണ്ടാവും. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള CBI വന്ന് കേസ് അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് തന്നെ ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ച് വാളയാർ സമരസമിതി ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് സ്ത്രീ സുരക്ഷാ യാത്ര നടത്തും. സാധാരണക്കാരോടുള്ള പോലീസ് സമീപനം തുറന്നു കാണിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. 24 പാലക്കാട്. CPIM ദുർബലമെന്ന് സമ്മേളന നടത്തിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ വിലയിരുത്തൽ. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബലാവസ്ഥയിലാണെന്നും രാഷ്ട്രീയ ധാരണയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. ഷഫീദ് റാവുത്തർ ഒരുങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, അഭിഭാഷകർ അല്ലെങ്കിൽ മറ്റു ജോലി ചെയ്യുന്നവരൊക്കെ സെക്രട്ടറിമാരാക്കിയാൽ അവർക്ക് പൂർണ്ണസമയ സെക്രട്ടറിമാർ നിൽക്കാൻ കഴിയില്ല എന്നതാണോ രേഖയിലെ ആശങ്ക? ഷഫീദ്, അതടക്കമുള്ള ആശങ്കകൾ ഈ രേഖയിൽ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മാത്രമല്ല, പാർട്ടി ദുർബലമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. സമ്മേളന കാലമാണ്. സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചുകൾ ദുർബല അവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിമാർ ശരാശരി നിലവാരത്തിലുള്ളവരാണ്. രാഷ്ട്രീയ ധാരണയുള്ളവരെ സെക്രട്ടറിമാരാക്കണമെന്നും ഈ രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഏരിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി ഫുൾ ടൈമർ വേണം. കാരണം ആ രീതിയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ മുന്നോട്ട് പോക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. സഹകരണ ബാങ്ക് ജീവനക്കാർ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത്. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാരാക്കരുത്. വിഭാഗീയത അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പ് കൂടി രേഖയിൽ പറയുന്നു. അതായത് വിഭാഗീയ പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഉണ്ടാകരുത്. വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തിരുത്തലുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല. വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് കൂടി രേഖയിൽ പറയുന്നുണ്ട്. പക്ഷേ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ സമ്മേളനങ്ങളിൽ ഈ രേഖകൾ കൊണ്ട് മാത്രം ശക്തിപ്പെടുത്തൽ നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഹാഷ്മി, ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.